അസ്സലാമലൈക്കും കൂട്ടുകാരെ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഇന്ന് കുറച്ച് കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് വന്നത് കേട്ടോ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലും അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. വീട് എന്നും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇരിക്കാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് കിച്ചണിലുള്ള പണി എളുപ്പമായിട്ട് കിട്ടാൻ വേണ്ടി, കിച്ചൺ എന്നും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയും പണി എളുപ്പമായിട്ട് കിട്ടാൻ വേണ്ടിയും നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്ത് വെച്ചത്. ഇതുപോലെ നമ്മുടെ വാഷിംഗ് സിങ്കിൻ്റെ അടുത്തായിട്ട് കയ്യിലും സ്പൂണും ഒക്കെ വെക്കാനുള്ള ഒരു സ്റ്റാൻഡും അതുപോലെ പ്ലേറ്റ് വെക്കുന്ന ഒരു സ്റ്റാൻഡുമാണ് വെച്ചത്. നമ്മുടെ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ വെട്ടി തിളങ്ങാനായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ, അതിലോട്ടൊരു ചെറുനാരങ്ങ ഇട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വിനാഗിരിയും കുറച്ച് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകുന്ന ലിക്വിഡും ഇട്ടിച്ച് കൊടുക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ക്ലീനിങ് ലിക്വിഡായിട്ട് കിട്ടും. ഈ ഒരു ലിക്വിഡ് കൊണ്ട് നമുക്ക് കിച്ചണിലുള്ള എല്ലാ പാത്രങ്ങളും നന്നായിട്ട് കഴുകിയെടുക്കാം. പെട്ടെന്ന് തന്നെ കൈ ഉരച്ച് നമുക്ക് കൈ വേദനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നല്ലോണം ക്ലിയർ ആയിട്ട് കിട്ടും. നല്ലോണം വെട്ടി തിളങ്ങുകയും ചെയ്യും പാത്രങ്ങളൊക്കെ. നിങ്ങൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി നോക്കി. വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ടൈൽസുമ്മലുള്ള കറയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. ഞാനിങ്ങനെ സ്പൂണ് വെക്കുന്ന ഭാഗവും പ്ലേറ്റ് വെക്കുന്ന ഭാഗമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മുഴുവനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് ക്ലീനാക്കി എടുക്കാറുണ്ട്. ടൈൽസൊക്കെ ഈ ഒരു മിക്സ് കൊണ്ട് നന്നായിട്ട് വെട്ടി തിളങ്ങും. നമ്മൾ സ്പൂണൊക്കെ വെക്കുന്ന ഭാഗം ഇടയ്ക്ക് ഇങ്ങനെ ക്ലീനാക്കി കൊടുത്താൽ അവിടെയുള്ള വൈവൈപ്പൊക്കെ പോയി കിട്ടും. ടൈൽസൊക്കെ നന്നായിട്ട് വെട്ടി തിളങ്ങും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് തരാനും മറക്കരുത്. അങ്ങനെ ഞാൻ ആ ഒരു എടുത്ത് വെച്ച സ്പൂണൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ അരിക്കുന്ന ഈ ഒരു അരിപ്പയിൽ ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് ചെറുനാരങ്ങ നീര് കൊണ്ട് ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ ആ ഒരു അരിപ്പയിലുള്ള കറയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഉറപ്പായിട്ടും നിങ്ങളുടെ അരിപ്പയിലുള്ള എല്ലാ കുത്തുകളും അതിൻ്റെ ആ ഒരു കറയൊക്കെ മാഞ്ഞു കിട്ടും. നമ്മൾ സ്ത്രീകൾ അധിക പേരും അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നവരും അതുപോലെ ഇതുപോലെ ക്ലീനിങ് ടിപ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കും. എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് നമ്മുടെ അടുക്കള ജോലി നമുക്ക് തീർക്കാമെന്നൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അധിക പേരും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ജോലി എങ്ങനെ ചെയ്ത് തീർക്കാം എന്നൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. നമ്മൾ അടുക്കളയിലുള്ള ജോലിയൊക്കെ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഭാഗത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്നിട്ട് വേറെ ഭാഗത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. ആ ഒരു ഏരിയയിൽ ചെയ്യാൻ പറ്റുന്ന 1, 2, 3 ജോലികൾ നമ്മൾ ഒന്നായിട്ട് ചെയ്യുക. അല്ലാതെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അത് ഒന്നെടുത്ത് അതവിടെ ബാക്കി വെച്ചിട്ട് നമ്മൾ അടിച്ചു വാരാൻ വേണ്ടി പോയാൽ നമുക്ക് എല്ലാ പണിയും ബാക്കിയായിട്ട് ഒരുപാട് ഭാരമായിട്ട് തോന്നും. അങ്ങനെ ഞാൻ ഈ ഒരു ഏരിയ മുഴുവനായിട്ട് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഗ്ലാസ് നന്നായിട്ട് നിറമുണ്ടെങ്കിൽ നമുക്ക് നല്ല വെള്ളം കുടിക്കുമ്പോഴൊക്കെ നല്ലൊരു സുഖമായിരിക്കും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഗ്ലാസ്സിന് നല്ല കളറ് വേണം. ചായൻ്റെ കറൊക്കെ ഇങ്ങനെ പോയി കിട്ടണം. ഇത് ഞാൻ ഇപ്പോൾ വെറും ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് കഴുകുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടതുപോലെ ഇതുപോലത്തെ മിക്സ് ഉപയോഗിച്ചിട്ടും അതുപോലെ വെണ്ണീര് ഉപയോഗിച്ചിട്ടൊക്കെ കഴുകാറുണ്ട് കേട്ടോ. വെണ്ണീര് ഉപയോഗിച്ചിട്ട് കഴുകുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ വിട്ടിട്ടുണ്ട്. അത് കാണാത്തവർ പോയിട്ട് കാണുക. വെണ്ണീരിൽ ആ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് തേച്ച് കഴുകിയാൽ ഗ്ലാസ്സൊക്കെ വെട്ടി തിളങ്ങും. നിങ്ങൾക്ക് എത്ര കറയുള്ള ഗ്ലാസ് ആണെങ്കിലും അത് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഈ ഒരു സിങ്കിൻ്റെ ഭാഗം ക്ലീനാക്കി എടുക്കുന്നത് കുറച്ച് വെണ്ണീരും ലിക്വിഡും ഉപയോഗിച്ചിട്ടാണ്. നന്നായിട്ട് തിളങ്ങും കേട്ടോ. ഈ ഒരു സിങ്കിൻ്റെ ഏരിയ നമ്മൾ വെണ്ണീര് ഉപയോഗിച്ചിട്ട് തേച്ച് കഴുകിയാൽ കറയൊക്കെ പോയി കിട്ടുകയും ചെയ്യും. നല്ല തിളക്കം കിട്ടുകയും ചെയ്യും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അങ്ങനെ ഞാനിവിടെയൊക്കെ തേച്ച് കഴുകി ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. രാവിലെ ഇവിടെ നന്നായിട്ട് തേച്ചരച്ച് കഴുകി ഒരു വട്ടം കഴുകി എടുത്തതാണ്. അതുകൊണ്ടാണ് ഡീപ്പായിട്ട് കഴുകാത്തത്. പാത്രങ്ങൾ കഴുകുന്ന സ്പോഞ്ച് ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് അതിലുള്ള വെള്ളമൊക്കെ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് അത് നന്നായിട്ട് ഉണങ്ങാൻ ഇടുക. എന്നാലേ ഈ ഒരു സ്പോഞ്ചിന് ബാഡ് സ്മെല്ലുണ്ടാവില്ല. പൊട്ട മണമൊക്കെ പോയി കിട്ടും. നമ്മൾ ഈ ഒരു സ്പോഞ്ചിലുള്ള നനവ് പോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് പാത്രം കഴുകുമ്പോഴും കിച്ചണിൽ കയറുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ല് കിച്ചണിലൊട്ടകെ ആ ഒരു സ്മെല്ല് പരക്കും. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ആ ഒരു സ്മെല്ല് വരുന്നത് എന്നും മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും ആ ഒരു വാഷ് ബേസിൽ ഉപയോഗിക്കുന്ന ആ ഒരു സ്പോഞ്ചൊക്കെ നന്നായിട്ട് ആറ്റി വെക്കാനും ശ്രമിക്കുക. അങ്ങനെ ഞാനിവിടെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാത്രം മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ലിക്വിഡ് പാരുന്നത് ഇതെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു നടുവിൽ ലിക്വിഡ് കുറച്ച് നമുക്ക് ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് തൊട്ടിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഒരു ടവൽ വെക്കാറുണ്ട്. എപ്പോഴും ടവൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കും. നമ്മൾ ഡ്രസ്സുമ്മൽ ഇതുപോലെ കൈ ഒപ്പിയെടുക്കുന്ന ആ ഒരു സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ നമ്മൾ കയ്യെത്തും ദൂരത്ത് ഒരു ടവൽ വെച്ചാൽ നമുക്ക് കൈ കഴുകുമ്പോഴൊക്കെ കൈ ഒന്ന് തുടക്കണമെന്ന് തോന്നുമ്പോൾ ഈ ഒരു
ടവലിൽ നമുക്ക് തുടച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഇതൊക്കെയാണ് കയ്യെത്തും ദൂരത്ത് വെക്കാറ്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ ലൈക്ക് തരിക, സബ്സ്ക്രൈബ് തരിക മറക്കരുത്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കണ്ടില്ലേ, ഈ ഒരു സിങ്കിൻ്റെ ഭാഗം നന്നായിട്ട് വെട്ടി തിളങ്ങുന്ന കണ്ടില്ലേ? ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് യൂസ്ഫുൾ ആവും. അങ്ങനെ ഞാൻ അടുത്തൊരു ടിപ്സ് വേസ്റ്റ് ഇടാൻ വേണ്ടി ഞാൻ വെക്കാറ് ഈ ഒരു കബോർഡിൻ്റെ ഉള്ളിലാണ്. അതിൽ ഇതുപോലെ ഒരു പാത്രം വെക്കാറാണ്. ഇതിലോട്ടേക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കും. ഈ ഒരു വേസ്റ്റ് ഡെയിലി ഒരു വട്ടം മുട്ടി നന്നായിട്ട് കഴുകി എടുക്കുകയും ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഈ ഒരു ഭാഗം ആരും കാണുകയും ഇല്ല. നന്നായിട്ട് നമ്മൾ ഡെയിലി ക്ലീൻ ആക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അതിൽ നിന്ന് സ്മെല്ലും ഇണങ്ങൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.